നമസ്കാരം. ആസാദി വാർത്തയുടെ നൈറ്റ് എഡിഷന് സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വിശേഷങ്ങൾ. PM ശ്രീ എത്രയും വേഗം നടപ്പാക്കണം. UDF വിജയിച്ച് 4ാം നാൾ കേന്ദ്രത്തിൽ നിന്നും കത്ത്. മദ്യത്തിന് മാത്രം നികുതി ഇളവ് നൽകിയത് എന്തിന്? ദുരൂഹമെന്ന് പ്രതിപക്ഷ നേതാവ്. പയ്യാമ്പലത്തിൽ തിരയിൽപ്പെട്ട് 2 കർണാടക സ്വദേശികളെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തിരച്ചിൽ തുടരുന്നു. പനിപ്പേടിയിൽ കേരളം. 75 പേർക്ക് ഡെങ്കിപ്പനി, 13 പേർക്ക് ഷിഗലയും എലിപ്പനിയും. ഇന്ന് മാത്രം ചികിത്സ തേടിയത് 13,187 പേർ. പരിക്കിൽ നിന്ന് മുക്തി നേടി നെയ്മർ തിരിച്ചെത്തുന്നു. സ്കോട്ട്ലൻഡിനെതിരെയുള്ള അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കളിക്കും. വിശദമായ വാർത്തകളിലേക്ക് പോകാം. പയ്യാമ്പലത്ത് തിരയിൽപ്പെട്ട 2 കർണാടക സ്വദേശികളെ രക്ഷപ്പെടുത്തി. ഒരാൾക്കായി തിരച്ചിൽ തുടരുന്നു. കർണാടകയിൽ നിന്നുള്ള 2 സംഘങ്ങൾ പയ്യാമ്പലം ബീച്ചിൽ കുളിക്കാനിറങ്ങിയതിൽ തിരയിൽപ്പെട്ട 2 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. ഒരാൾക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ശനിയാഴ്ച ഉച്ച 1:30 കടലിറങ്ങിയ ബംഗളൂരു റൂറൽ സ്വദേശികളായ 4-അംഗ സംഘത്തിലെ സന്തോഷ് കുമാറിനെയാണ് തിരച്ചിൽ തുടരുന്നത്. ഇയാളുടെ കൂടെ തിരയിൽപ്പെട്ട മനോജ് ലൈഫ് ഗാർഡും തീരദേശ പോലീസും ചേർന്ന് രക്ഷപ്പെടുത്തി. പരിക്കേറ്റ മനോജ് ചികിത്സയിലാണ്. കനത്ത വേലിയേറ്റ സമയത്താണ് ബഫോറിന് സമീപം സംഘം 200 മീറ്ററോളം കടലിലേക്ക് ഇറങ്ങിയത്. രാവിലെ 9:15 പോലീസ് എയ്ഡ് പോസ്റ്റ് സമീപം കടലിൽ ഇറങ്ങിയ മൈസൂരിൽ നിന്നുള്ള 8-അംഗ സംഘവും അപകടത്തിൽപ്പെട്ടിരുന്നു. തിരയിൽപ്പെട്ട 24-കാരനായ ചിരൺ ശർമ്മയെ രക്ഷപ്പെടുത്തിയിരുന്നു. ജില്ലയിൽ ഉണ്ടായിരുന്ന സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പ് മന്ത്രി PC വിഷ്ണുദാസ് വിവരമറിഞ്ഞ് ബീച്ചിലെത്തി തിരച്ചിൽ പ്രവർത്തനങ്ങൾക്ക് വിലയിരുത്തി. സ്ഥലത്ത് കൂടുതൽ ലൈഫ് ഗാർഡുകളെ നിയമിക്കുമെന്നും കൂടുതൽ അപായ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. മേയർ അഡ്വക്കേറ്റ് P. ഇന്ദിര, TO മോഹൻ MLA എന്നിവരും കൂടെ ഉണ്ടായിരുന്നു. കൊട്ടിയൂർ ക്ഷേത്രം സന്ദർശിച്ച് വരികയായിരുന്ന സംഘങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ലൈഫ് ഗാർഡുമാരായ വിജേഷ് ജോസഫ്, ഡേവിഡ് ജോൺസൺ, തീരദേശ പോലീസ് വാർഡൻ അരുൺ എന്നിവരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. അഴീക്കൽ തീരദേശ പോലീസ്, ഫിഷറീസ് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ മത്സ്യത്തൊഴിലാളികൾ, ലൈഫ് ഗാർഡുകൾ എന്നിവർ 3 ബോട്ടുകളിലായി തിരച്ചിൽ തുടരുകയാണ്. ഏഴിമല നാവിക അക്കാദമിയുടെ സഹായവും തേടിയിട്ടുണ്ട്. കലക്ടർ P. വിഷ്ണുരാജിൻ്റെ നിർദ്ദേശപ്രകാരം കർണാടക സംഘത്തിന് പെട്ടവർക്ക് താമസ സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. തിരച്ചിൽ പ്രവർത്തനങ്ങൾ കലക്ടറുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ചു വരുന്നു. വിനോദസഞ്ചാര ഫിഷറീസ് വകുപ്പുകൾ, DTPC ഉദ്യോഗസ്ഥരും അഗ്നിശമന സേനയും സ്ഥലത്തുണ്ട്. മദ്യത്തിന് മാത്രം നികുതി ഇളവ് നൽകിയതിൽ ദുരൂഹത. ഈ കാര്യം എന്തിനെന്ന് പ്രതിപക്ഷ നേതാവ്. സംസ്ഥാനത്ത് മദ്യത്തിന് നികുതി കുറയ്ക്കാനുള്ള UDF സർക്കാരിൻ്റെ തീരുമാനം അങ്ങേയറ്റം ദുരൂഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ഇതിനു പിന്നിൽ മദ്യ കമ്പനികളുടെ കച്ചവട താൽപ്പര്യം കൂടി ഉണ്ടെന്ന് വ്യാപകമായ വിമർശനം ഉയരുന്നുണ്ട്. ഉപഭോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യം കൂടി മുൻനിർത്തിയാണ് കാലാകാലങ്ങളിൽ മദ്യത്തിന് ഉയർന്ന നികുതി ഏർപ്പെടുത്തി വരുന്നത്. എന്നാൽ മദ്യത്തിൻ്റെ വില പകുതിയിലധികം കുറയ്ക്കുന്നത് ഇതാദ്യമാണെന്നും പ്രതിപക്ഷ നേതാവ് പ്രസ്താവനയിൽ പറഞ്ഞു. UDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ഒരു വൻ പ്രഖ്യാപനമായിരുന്നു മദ്യത്തിന്മേലുള്ള നികുതി ഇളവ്. സ്പിരിറ്റിൽ നിന്നുള്ള മദ്യത്തിന് 251% നികുതിയാണ് സംസ്ഥാനത്ത് നിലവിലുള്ളത്. എന്നാൽ വീര്യം കുറഞ്ഞ എന്ന പേരിൽ 10% വരെ വീര്യമുള്ള മദ്യത്തിന് പകുതിയിലധികം ഇളവ് നൽകി 120% നികുതി കുറയ്ക്കാനുള്ള നിർദ്ദേശം ധനകാര്യമന്ത്രി മുന്നോട്ട് വയ്ക്കുകയാണ്. വിശദമായ വാർത്തകളുമായി അശ്യാന കൂടെ ചേരുന്നു. കുറഞ്ഞ മദ്യം മാർക്കറ്റിൽ സുലഭമായി ലഭ്യമാകുമ്പോൾ മദ്യത്തിന്റെ ഉപയോഗം കുത്തനെ വർദ്ധിക്കും. വീര്യം കുറഞ്ഞതാണ് നൽകുന്നത് എന്ന ന്യായമുയർത്തിയാലും മദ്യത്തിന്റെ ഉപയോഗം തന്നെയാണ് ക്രമാതീതമായി വർദ്ധിക്കുന്നത്. വീര്യം കുറഞ്ഞതിൽ നിന്നും വീര്യം കൂടിയ മദ്യത്തിലേക്കുള്ള വഴിയായിരിക്കും ഇത് തുറന്നിടുക. യുവതലമുറയെ വഴിതെറ്റിച്ചേക്കാവുന്ന തെറ്റായ സമീപനമാണ് ഈ മദ്യനയം. നമ്മുടെ സമൂഹം ആശങ്കപ്പെടേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത്. ജനങ്ങളുടെ വിവിധങ്ങളായ ജീവൽ പ്രശ്നങ്ങൾക്ക് ആശ്വാസം പകരുന്ന നടപടികളോ നികുതി ഇളവുകളോ കൈകോർക്കാത്തവർ മദ്യത്തിന് മാത്രം നികുതി ഇളവ് നൽകിയത് എന്തിനാണ്? മദ്യത്തിന്റെ വില കുറയ്ക്കലാണോ ഈ സർക്കാരിന്റെ മുൻഗണന? അത് സമൂഹത്തിന് ഭവിഷ്യത്തല്ലാതെ എന്ത് മെച്ചമാണ് ഉണ്ടാക്കുക? ഭാവി തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെടാതെ അവരെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും പിണറായി വിജയൻ പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. കുളമ്പ് രോഗ നിയന്ത്രണം 8ാം ഘട്ടം കുത്തിവയ്പ് ക്യാമ്പയിൻ തുടങ്ങി. ജൂൺ 20 മുതൽ ജൂലൈ 14 വരെ നടക്കുന്ന ദേശീയ ജന്തുരോഗ നിയന്ത്രണ പദ്ധതി കുളമ്പ് രോഗ പ്രതിരോധ കുത്തിവയ്പ് 8ാം ഘട്ടം ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ മൃഗാശുപത്രിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ മീരയ്ക്ക് വാക്സിനേഷൻ കിറ്റ് കൈമാറി നിർവഹിച്ചു. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മൃഗാശുപത്രിയുടെ
നേതൃത്വത്തിൽ 113 വാക്സിനേഷൻ സ്ക്വാഡുകൾ ക്ഷീര കർഷകരുടെ വീടുകളിലെത്തി. പശു, എരുമ, കിടാവ് എന്നിവയ്ക്ക് സൗജന്യ കുത്തിവയ്പ് നൽകും. 4 മാസത്തിനു താഴെ പ്രായമായ കിടാവ്, 7 മാസത്തിന് മുകളിൽ ഗർഭമുള്ള കുരുക്കൾ എന്നിവയെ കുളമ്പ് രോഗ കുത്തിവയ്പിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. പരിപാടിയിൽ ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ സന്തോഷ് കുമാർ KV, ഡെപ്യൂട്ടി ഡയറക്ടർമാരായ ഡോക്ടർ സജി PS, ഡോക്ടർ വിനോദ് കുമാർ M, ഡോക്ടർ അനിൽകുമാർ KP, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ പത്മരാജ് PK, ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ P ഷൈജി, അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർമാരായ ഡോക്ടർ അനിൽകുമാർ E, ഡോക്ടർ കിരൺ വിശ്വനാഥ്, ഡോക്ടർ ദീപ A, ജില്ലാ എപ്പിഡമിയോളജിസ്റ്റ് ഡോക്ടർ നിതിന K ബാബുരാജ് എന്നിവർ പങ്കെടുത്തു. സംഘപരിവാറിന്റെ ദേശീയ വിദ്യാഭ്യാസം നടപ്പാക്കാൻ സംസ്ഥാനത്തെ സ്കൂളുകളിൽ PM ശ്രീ പദ്ധതിക്ക് അനുമതി നൽകിയതിൽ UDF സർക്കാർ ഉയർത്തിയ കള്ളപ്രചരണങ്ങൾ വീണ്ടും പൊളിയുന്നു. കേരളത്തിൽ ഭരണമുണ്ടായി UDF വിജയിച്ച് നാലാം നാൾ PM ശ്രീ പദ്ധതി എത്രയും വേഗം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാർ അയച്ച കത്ത് പുറത്തു വന്നു. LDF സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കാത്തതിനാലാണ് കത്ത് അയക്കുന്നതെന്ന് കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. കേരളത്തിൽ പദ്ധതി LDF കാലത്തെ നടപ്പിലായി എന്നും ഇനി തുടരുകയല്ലാതെ നിവൃത്തിയില്ലെന്നും മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത് പച്ച നുണയാണെന്ന് ഈ കത്ത് തെളിയിക്കുന്നുണ്ട്. മെയ് 8-നാണ് കേന്ദ്ര വിദ്യാഭ്യാസ സെക്രട്ടറി സഞ്ജയ് കുമാർ സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് കത്ത് അയച്ചത്. PMC എത്രയും പെട്ടെന്ന് നടപ്പിലാക്കാനാണ് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. ഇതിനെ തുടർന്നാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മന്ത്രി AN ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് റിപ്പോർട്ട് തേടിയത്. പൊതുവിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുന്ന പദ്ധതിക്ക് ബുധനാഴ്ച മന്ത്രിസഭാ യോഗമാണ് അംഗീകാരം നൽകിയത്. അധികാരത്തിൽ വന്ന പദ്ധതി നടപ്പിലാക്കില്ലെന്ന് പറഞ്ഞ VD സതീശനും PM ശ്രീ കടലിലെറിയുമെന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് നേതാക്കളും നിലപാടിൽ മലക്കം മറിഞ്ഞു. നടപ്പാക്കില്ലെന്ന് കേന്ദ്ര സർക്കാരിന് കത്ത് നൽകി പദ്ധതിയിൽ നിന്നും പിന്മാറി LDF സർക്കാരിനെതിരെ കുപ്രചരണം നടത്തിയവരാണ് ഇപ്പോൾ RSSന് നിരുപാധികം കീഴടങ്ങിയത്. SSK വിഹിതമടക്കം സംസ്ഥാനത്തിന് അർഹമായ പണം PMC ഒപ്പിടാത്തതിന്റെ പേരിൽ കേന്ദ്രം തടഞ്ഞപ്പോഴാണ് LDF സർക്കാർ താൽക്കാലികമായി ധാരണാപത്രം ഒപ്പിട്ടത്. ദേശീയ വിദ്യാഭ്യാസം നടപ്പിലാക്കിയില്ലെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ NEP നടപ്പാക്കാമെന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടതോടെ പദ്ധതിയിൽ നിന്ന് പിന്മാറി. ഇക്കാര്യം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന V ശിവൻകുട്ടി കേന്ദ്ര സർക്കാരിനെ നേരിട്ടും കത്തിലൂടെയും അറിയിച്ചു. PMC പദ്ധതി നടപ്പാക്കുന്നതിൽ നിന്നും LDF സർക്കാർ പിന്മാറിയെന്ന് സ്ഥിരീകരിച്ച് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലവും നൽകിയിരുന്നു. ധാരണാപത്രത്തിൽ LDF സർക്കാർ 2025 ഒക്ടോബർ 16 ഒപ്പിട്ടിട്ടെങ്കിലും തുടർ നടപടികളിൽ നിന്നും പിന്മാറിയെന്നാണ് കേന്ദ്രം സുപ്രീം കോടതിയെ അറിയിച്ചത്. ധാരണാപത്രം നടപ്പാക്കുന്നത് 2025 നവംബർ 12-ന് മരവിപ്പിച്ചെന്നും നടപടി 2020-ലെ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിലെ വൈമനസ്യമാണ് പ്രതിഫലിക്കുന്നതെന്നും സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. സംസ്ഥാന സർക്കാർ നയപരമായി തീരുമാനിച്ചാൽ മാത്രമേ PMC നടപ്പാക്കൂവെന്നും അത്തരമൊരു നയമാറ്റത്തിന് UDF സർക്കാരിനെ പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. കേന്ദ്ര സർക്കാർ എന്തെങ്കിലും പ്രത്യേക അറിയിപ്പ് സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ടോ? പദ്ധതിയെ അതിനിശിതമായി എതിർത്ത UDF ഇപ്പോൾ പദ്ധതി നടപ്പാക്കാൻ മുന്നോട്ട് വരുന്നതിന്റെ ഉദ്ദേശശുദ്ധി വിശദീകരിക്കണമെന്നും പിണറായി കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. എന്നാൽ മുഖ്യമന്ത്രിയോ മറ്റു മന്ത്രിമാരോ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ലിറ്റിൽ കൈറ്റ്സിൽ സ്റ്റുഡന്റ് മെന്റർമാരും ജില്ലയിൽ 562 സ്റ്റുഡന്റ് മെന്റർമാർക്ക് കൈറ്റ് പരിശീലനം നൽകി. സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവർത്തിക്കുന്ന ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ പ്രവർത്തനം കൂടുതൽ ജനകീയവും ഫലപ്രദവുമാക്കാൻ ലക്ഷ്യമിട്ട് പുതിയ സ്റ്റുഡന്റ് മെന്റർ പദ്ധതിക്ക് കൈറ്റ് തുടക്കം കുറിച്ചു. നിലവിൽ ജില്ലയിലെ 159 സ്കൂൾ യൂണിറ്റുകളിലായി 1139 കുട്ടികൾ ലിറ്റിൽ കൈറ്റ്സിൽ അംഗങ്ങളാണ്. 118 അധ്യാപകർ ജില്ലയിൽ കൈറ്റ് മെന്റർമാരായി പ്രവർത്തിക്കുന്നു. ഇതിനു പുറമെയാണ് 10 കുട്ടികൾക്ക് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ ജില്ലയിലെ 159 യൂണിറ്റുകളിൽ നിന്നുമായി 562 സ്റ്റുഡന്റ് മെന്റർമാരെ തെരഞ്ഞെടുത്തത്. കേവലം സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യുന്നതിനപ്പുറം കുട്ടികൾ സഹാനുഭൂതിയും വിനിമയ പാഠവും വളർത്തിയെടുക്കുക എന്നതാണ് ദൗത്യത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് സ്റ്റുഡന്റ് മെന്റർമാർക്കുള്ള ആദ്യ ശില്പശാലയിൽ ഓൺലൈനായി സംവദിച്ച കൈറ്റ് CEO അൻവർ സാദത്ത് പറഞ്ഞു. കൈറ്റ് യൂണിറ്റിലെ പ്രവർത്തന മികവ്, നേതൃത്വ പാഠവും, സഹജീവികളോടുള്ള താല്പര്യം, സാങ്കേതിക പരിജ്ഞാനം എന്നിവയുടെ അടിസ്ഥാനത്തിൽ 9ാം ക്ലാസ്സിലെ അംഗങ്ങളിൽ നിന്നാണ് സ്റ്റുഡന്റ് മെന്റർമാരെ തെരഞ്ഞെടുത്തത്. കൂടാതെ ഡിജിറ്റൽ തുല്യത ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വീടുകളിൽ ലാപ്ടോപ്പ്, സ്മാർട്ട് ഫോണോ ഇല്ലാത്ത കുട്ടികളെ കണ്ടെത്തി അവർക്ക് സ്കൂൾ ലാബുകളിൽ പ്രത്യേക സൗകര്യമൊരുക്കാനും സ്റ്റുഡന്റ് മെന്റർമാർ മുൻകൈയെടുക്കും.
പനിപേടിയിൽ കേരളം, 75 പേർക്ക് ഡെങ്കിപ്പനി, 13 പേർക്ക് ഷിഗല്ലയും എലിപ്പനിയും. ഇന്ന് മാത്രം ചികിത്സ തേടിയത് 13,187 പേർ. പ്രതിരോധ പ്രവർത്തനങ്ങൾ അവതാളത്തിലായതോടെ സംസ്ഥാനത്ത് നിയന്ത്രിക്കാനാകാതെ പകർച്ചവ്യാധികൾ പടരുന്നു. ശനിയാഴ്ച മാത്രം 75 പേർക്ക് ഡെങ്കിപ്പനിയും 13 പേർക്ക് എലിപ്പനിയും ബാധിച്ച് ചികിത്സ തേടി. എലിപ്പനിയെ തുടർന്ന് തൃശൂരിൽ ഒരാൾ മരിച്ചു. 13 പേർ ഷിഗല്ല ബാധിച്ചു. ചികിത്സ തേടിയിട്ടുണ്ട്. 13,187 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. ശുചീകരണത്തിൽ വീഴ്ചയുണ്ടായെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം കുറ്റസമ്മതം നടത്തിയിരുന്നു. മരണസംഖ്യ ഉയരുന്നതും ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. പകർച്ചപ്പനി ബാധിച്ച് മാസം ഇതുവരെ 13 പേരാണ് മരിച്ചത്. ഷിഗല്ല ബാധിച്ച് 5 പേർ മരിച്ചു. എലിപ്പനിയും ഡെങ്കിപ്പനിയും ബാധിച്ച് 4 പേർ വീതവും മരണപ്പെട്ടു. പനി ബാധിതർ മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ. ജില്ലയിൽ 2,851 പേർ ശനിയാഴ്ച ചികിത്സ തേടി. തിരുവനന്തപുരം 1,286, പാലക്കാട് 1,237, കോഴിക്കോട് 1,107, തൃശൂർ 1,075 എന്നിങ്ങനെയാണ് മറ്റു ജില്ലകളിലെ പനിബാധിതരുടെ കണക്ക്. ഡെങ്കിപ്പനി ബാധിതർ ഏറ്റവും അധികം പാലക്കാട് ജില്ലയിലാണ്. ശനി ആശുപത്രിയിലെത്തിയത് 57 പേർ. ഷിഗല്ല രോഗികൾ കോഴിക്കോട് 4, മലപ്പുറം 3, കണ്ണൂർ 3, പാലക്കാട് 2, കൊല്ലം 1 എന്നിങ്ങനെയാണ് റിപ്പോർട്ട്. ഈ വർഷം ഇതുവരെ 209 ഷിഗല്ല പരിശോധന രോഗബാധ റിപ്പോർട്ട് ചെയ്തു. നിപ 104 പേർ സമ്പർക്ക പട്ടികയിൽ. നിപ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സ തേടുകയാണ്. രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ ശനിയാഴ്ച പുതുതായി ആരെയും ഉൾപ്പെടുത്തിയിട്ടില്ല. നിലവിൽ 104 പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത്. ഇത് 4 പേർ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരും 14 പേർ ഉയർന്ന ഭാഗത്തിൽപ്പെട്ടവരും 86 പേർ കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ടവരും. SSLC +2 ഉന്നത വിജയികൾക്ക് അനുമോദനം. മഴവിൽ അഴീക്കോട് നിയോജക മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി 100% വിജയം നേടിയ മണ്ഡലത്തിലെ വിദ്യാലയങ്ങളെയും SSLC +2 വിഷയങ്ങളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ചിറക്കൽ മന്നാർസ്ത ഹാളിൽ ജില്ലാ കളക്ടർ പി. വിഷ്ണുരാജ് ഉദ്ഘാടനം ചെയ്തു. KP ജയബാലൻ അധ്യക്ഷനായി. KV സുമേഷ് MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് P. പ്രശാന്തൻ, ജില്ലാ പഞ്ചായത്ത് അംഗം KV ഷക്കീർ, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. റീന, ചിറക്കൽ പഞ്ചായത്ത് പ്രസിഡന്റ് കൊല്ലോൻ മോഹനൻ, K. സനില, K. പ്രദീപൻ, K. ബീന, MK അനൂപ് കുമാർ എന്നിവർ സംസാരിച്ചു. മികച്ച NSS ഓഫീസറായി തെരഞ്ഞെടുത്ത കണ്ണൂർ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജിലെ ഡോക്ടർ KP നിതീഷിനെ ചടങ്ങിൽ ആദരിച്ചു. കല്യാശ്ശേരി മണ്ഡലം മെറിറ്റ് അവാർഡ് വിതരണം ചെയ്തു. കല്യാശ്ശേരി മണ്ഡലം MLA മെറിറ്റ് അവാർഡ് വിതരണം എരിപുരം മാടായി ബാങ്ക് ഓഡിറ്റോറിയത്തിൽ കളക്ടർ പി. വിഷ്ണുരാജ് നിർവഹിച്ചു. M. വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. കല്യാശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് R. ബബിത കുമാരി മുഖ്യാതിഥിയായി. മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി നടന്ന പരിപാടിയിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+, A1 നേടിയ വിദ്യാർത്ഥികളെയും മണ്ഡലത്തിൽ 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളിലെ അനുമോദിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ K. മോഹനൻ, സനൂപ് മോഹൻ, അഡ്വക്കേറ്റ് KV രാധാകൃഷ്ണൻ, ഏഴോം ഗ്രാമപഞ്ചായത്ത് അംഗം ലേഖ ലിനീഷ്, K. പത്മനാഭൻ, IV ശിവരാമൻ, കല്യാശ്ശേരി മണ്ഡലം സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി കൺവീനർ CV സുരേഷ് ബാബു, മാടായി ഉപജില്ലാ ഓഫീസർ ഡോക്ടർ KKP സംഗീത, പ്രിൻസിപ്പൽ ഫോറം ജില്ലാ കൺവീനർ ഡോക്ടർ രാജേഷ്, KV സജിത്, VV പ്രദീപൻ എന്നിവർ സംസാരിച്ചു. ഷാനിദ് റംസാൻ, CJ വിഷ്ണുമായ എന്നിവർ മോട്ടിവേഷൻ ക്ലാസിന് നേതൃത്വം നൽകി. ഡ്രൈ ഡേ ആചരണം. സിവിൽ സ്റ്റേഷൻ അനക്സിൽ ഉറവിട നശീകരണം നടത്തി എല്ലാ ശനിയാഴ്ചകളും നടത്തുന്ന സ്ഥാപന തല ഡ്രൈ ഡേ പരിപാടിയിൽ സിവിൽ സ്റ്റേഷൻ അനക്സിലെ ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസിലും പരിസരത്തും ഉള്ള കൊതുകിന്റെ ഉറവിടങ്ങൾ ജീവനക്കാർ കണ്ടെത്തി നശിപ്പിച്ചു. സിവിൽ സ്റ്റേഷൻ അനക്സ് കെട്ടിടങ്ങളുടെ സമീപങ്ങളിൽ കണ്ടെത്തിയ 300ഓളം ഉറവിടങ്ങൾ നശിപ്പിച്ചു. സ്ഥാപനതല ഡ്രൈ ഡേ നടത്താൻ ജില്ലാ കളക്ടർ പി. വിഷ്ണുരാജ് നിർദ്ദേശം നൽകിയിരുന്നു. ജൂനിയർ അഡ്മിനിസ്ട്രേറ്റീവ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രമ്യ TK നേതൃത്വം നൽകി. HWC കൺസൾട്ടന്റ് ഡോക്ടർ വോൾഗ വിജയൻ, ജില്ലാ വെക്ടർ ബോൺ ഡിസീസ് കൺട്രോൾ ഓഫീസർ ഡോക്ടർ KK ഷിനി, ടെക്നിക്കൽ അസിസ്റ്റന്റ് MB മുരളി, SVB രാജേഷ് കുമാർ, ജില്ലാ നഴ്സിംഗ് ഓഫീസർ വിനോദിനി, സീനിയർ സൂപ്രണ്ട് AP സജീന്ദ്രൻ, ബയോളജിസ്റ്റ് CP രമേശൻ, ജില്ലാ ഡെപ്യൂട്ടി എഡ്യൂക്കേഷൻ ആൻഡ് മീഡിയ ഓഫീസർ T. സുധീഷ് എന്നിവരും ജില്ലാ മെഡിക്കൽ ഓഫീസിലെ മറ്റ് ജീവനക്കാരും പങ്കെടുത്തു. സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ജീവനക്കാരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് വിപുലമായ ഉറവിട നശീകരണ പരിപാടി സംഘടിപ്പിക്കുന്നതിന് ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുമെന്ന് DMO ഇൻചാർജ് ഡോക്ടർ KC സച്ചിൻ അറിയിച്ചു.
പരിക്കിൽ നിന്നും മുക്തി നേടി നെയ്മർ തിരിച്ചെത്തും. സ്കോട്ട്ലൻഡിൽ എതിരെയുള്ള അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ കളിക്കും വലതുകാലിലെ പേശിക്കേറ്റ പരിക്കിൽ നിന്ന് മുക്തി നേടി ബ്രസീൽ സൂപ്പർ താരം നെയ്മർ കളിക്കളത്തിലേക്ക് തിരിച്ചെത്തുന്നു. ലോകകപ്പിലെ ബ്രസീലിന്റെ അവസാന ഗ്രൂപ്പ് മത്സരത്തിൽ താരം കളിക്കുമെന്നാണ് കോച്ച് കാർലോ അൻസെലോട്ടി വ്യക്തമാക്കിയത്. പരിക്കിനെ തുടർന്ന് ടൂർണമെന്റിലെ ആദ്യ 2 മത്സരങ്ങളും നെയ്മറിന് നഷ്ടമായിരുന്നു. ഹെയ്തിക്കെതിരെ ബ്രസീൽ 3-0 വിജയിച്ച മത്സരത്തിലും നെയ്മർ കളിച്ചിരുന്നില്ല. ശനിയാഴ്ച താരം വ്യക്തിഗത പരിശീലനം നടത്തുമെന്നും ശനിയാഴ്ച ടീമിനൊപ്പം ചേരുമെന്നും അൻസെലോട്ടോ പറഞ്ഞു. ഫ്ലോറിഡയിലെ മിയാമി ഗാർഡൻസിൽ ബുധനാഴ്ച സ്കോട്ട്ലൻഡിനെതിരെ നടക്കുന്ന ഗ്രൂപ്പ് സിയിലെ അവസാന മത്സരത്തിൽ നെയ്മർ ലഭ്യമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിൽ 121 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്നും 79 ഗോളുമായി ബ്രസീലിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനാണ് 34-കാരനായ നെയ്മർ. പരിക്കുമായി ടീം ക്യാമ്പിലെത്തിയ താരം ഇതുവരെ ടീമിനൊപ്പം പൂർണ്ണമായ പരിശീലന സെഷനുകളിൽ പങ്കെടുത്തിട്ടില്ല. 2029 ഒക്ടോബറിൽ ഇടതുകാൽ മുട്ടിനേറ്റ പരിക്കിന് ശേഷം കളിക്കളത്തിൽ തിരിച്ചെത്തിയ താരം ഫോം കണ്ടെത്താൻ ബുദ്ധിമുട്ടുകയായിരുന്നു. ഈ വർഷം സാന്റോസിനായി കളിച്ച 8 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുമായി 2 അസിസ്റ്റുകളുമാണ് നെയ്മറിന്റെ സമ്പാദ്യം. ഗ്രൂപ്പ് ഘട്ടത്തിലെ 2ാം മത്സരത്തിൽ ഹെയ്ദിന്റെ മറുപടിയില്ലാത്ത ഗോളുകൾക്ക് തകർത്താണ് ബ്രസീൽ ഈ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ 3 പോയിന്റുകൾ സ്വന്തമാക്കിയത്. മൊറോക്കോയ്ക്കെതിരായ ആദ്യ പോരാട്ടത്തിൽ 1-1 സമനില വഴങ്ങേണ്ടി വന്ന ബ്രസീൽ ഈ മത്സരത്തിൽ ആക്രമണത്തിലും പ്രതിരോധത്തിലും ഒരേപോലെ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. അതേസമയം തുടർച്ചയായ 2ാം തോൽവിയോടെ ഈ ലോകകപ്പിൽ നിന്നും ഔദ്യോഗികമായി പുറത്താകുന്ന ആദ്യ ടീമായി ഹെയ്തി മാറി. സെൽഫ് എനുമറേഷന്റെ ഭാഗമായി മന്ത്രി സണ്ണി ജോസഫ് വൈദ്യുതി പാർലമെന്റുകാര്യ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് സണ്ണി ജോസഫിന്റെ ഇരിട്ടിയിലെ വീട്ടിലെത്തി സെൻസസ് 2027 ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ പൂർത്തീകരിച്ചു. തിരുവനന്തപുരം സെൻസസ് ഡയറക്ടറേറ്റിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ വിജില കെ, ഇരട്ടി തഹസിൽദാർ മഞ്ജു എസ്, ഇരട്ടി ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ ജോമോൻ മാത്യു, പായം വില്ലേജ് ഓഫീസർ പ്രമോദ് RP എന്നിവർ മന്ത്രിക്ക് സാങ്കേതിക സഹായം നൽകി. എന്യൂമറേഷൻ അവബോധ ക്ലാസ് ആറളം ഫാമിലെ പ്രൊമോട്ടർമാർ, ആനിമേറ്റർമാർ, ഊരുമിത്രങ്ങൾ എന്നിവർക്കായി സെൻസസ് 1ാം ഘട്ടത്തിലെ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും കണക്കെടുപ്പും സംബന്ധിച്ച് സെൽഫ് എന്യൂമറേഷൻ അവബോധ ക്ലാസ് നടത്തി. തിരുവനന്തപുരം സെൻസസ് ഡയറക്ടറേറ്റിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻവെസ്റ്റിഗേറ്റർ വിജില കെ, ഇരട്ടി തഹസിൽദാർ മഞ്ജു എസ്, ഇരട്ടി ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ ജോമോൻ മാത്യു, ആറളം വില്ലേജ് ഓഫീസർ സുലോചന എന്നിവർ നേതൃത്വം നൽകി. ഇതോടെ ഇന്നത്തെ അസാധ്യ വാർത്ത സമാപിക്കുന്നു. വീണ്ടും നാളെ കാണാം. നന്ദി, നമസ്കാരം.